ബെവ്കോ ആസ്ഥാന മന്ദിരത്തിന് മുൻപിൽ അനിശ്ചിതകാല രാപ്പകൽ സമരം ആരംഭിച്ച എംപ്ലോയീസ് അസോസിയേഷൻ INTUC വിഭാഗം. സംസ്ഥാന സർക്കാരും മാനേജ്മെന്റും തൊഴിലാളി വിരുദ്ധ സമീപനം കാണിക്കുന്നുവെന്ന് ആരോപിച്ചാണ് സമരം. സംസ്ഥാന സർക്കാരും ബെവ്കോയുടെ മാനേജ്മെന്റും തങ്ങളെ അവഗണിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ബെവ്കോയുടെ എംപ്ലോയീസ് അസോസിയേഷൻ INTUC ഇപ്പോൾ ഒരു രാപ്പകൽ സമരത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ബെവ്കോയുടെ ആസ്ഥാന മന്ദിരത്തിന് മുന്നിലാണ് ഈ രാപ്പകൽ സമരം ഇന്നു മുതൽ ആരംഭിച്ചിട്ടുള്ളത്. അപ്പോൾ ചേട്ടാ, നിങ്ങളുടെ ഈ പ്രധാനമായിട്ടുള്ള ആവശ്യങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോൾ മാനേജ്മെന്റ് അംഗീകരിച്ചില്ല എന്ന് പറയുന്ന ആവശ്യങ്ങൾ എന്തൊക്കെയാണ്? അല്ല, നമുക്ക് അതിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു ആവശ്യം എന്ന് പറയുന്നത് ഞങ്ങളുടെ ഷോപ്പ് അലവൻസ് ആണ്. 10 മണി തൊട്ട് രാത്രി 9 മണി വരെയാണ് ഔദ്യോഗികമായിട്ടുള്ളത്. പക്ഷേ അതിൽ കൂടുതൽ സമയം ഞങ്ങൾക്ക് ജോലി ചെയ്യുന്നുണ്ട് വരുന്നത്. എങ്കിലും ആ 3 മണിക്കൂറിന് നമുക്ക് ശമ്പള പരിഷ്കരണങ്ങൾ നടന്നു കഴിഞ്ഞാൽ കാലാകാലങ്ങളിൽ ആ 3 മണിക്കൂറിന് വേണ്ടി ഞങ്ങൾക്ക് അഡീഷണൽ അലവൻസ് ആയിട്ട് തുക തരാറുണ്ട്. പക്ഷേ ഇപ്പോൾ ശമ്പള പരിഷ്കരണം വൈകിയാണ് നടന്നെങ്കിലും ആ അഡീഷണൽ അലവൻസ് ഇവിടുത്തെ ബോർഡ് കൂടി MD ശുപാർശ ചെയ്ത 600 രൂപയുടെ ഫയൽ കഴിഞ്ഞ 2 വർഷമായിട്ട് ഗവൺമെൻറ്റിൻ്റെ കയ്യിലിരിക്കുകയാണ്. കഴിഞ്ഞ 2 മാസങ്ങൾക്ക് മുമ്പ് മന്ത്രി വിളിച്ച മീറ്റിങ്ങിൽ അത് കഴിഞ്ഞ മാസം 30-ാം തീയതിക്കുള്ളിൽ ധനകാര്യ മന്ത്രിയായിട്ട് ചർച്ച ചെയ്ത് പൂർത്തീകരിച്ച് ഞങ്ങൾക്ക് ഉത്തരവാക്കി തരാമെന്ന് പറഞ്ഞിട്ടും ഈ നിമിഷം വരെ അത് ഇറങ്ങിയിട്ടില്ല. കാരണം നിങ്ങൾക്കറിയാമല്ലോ, സാമ്പത്തികപരമായിട്ട് ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന താഴെത്തട്ടിലെ ജീവനക്കാരാണ് ഏറ്റവും കൂടുതൽ OA, LD, UD തസ്തികയിലുള്ളവരാണ് ഷോപ്പുകളിൽ ജോലി ചെയ്തു വരുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ചുള്ള ഇതുവരെ വലിയ പ്രയാസമാണ്. ജീവനക്കാരൻ്റെ നിലവിലുള്ള ആനുകൂല്യത്തെ മറ്റൊരു മാർഗത്തിലൂടെ കവർന്നെടുക്കാനായിട്ടുള്ള ഒരു കുറുക്ക് വഴിയായിട്ടാണ് ഞങ്ങളിതിനെ കാണുന്നത്. അതായത് ഈ അപ്രായോഗികമായിട്ടുള്ള ഒരു ഷിഫ്റ്റ് സംവിധാനം മാനേജ്മെന്റ് ഇവരെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നു. അതുപോലെ അവരുടെ അലവൻസിന്റെ വർധന, അതിലും അനിശ്ചിതത്വം ഇപ്പോഴും തുടരുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവർ ഈ ആസ്ഥാന മന്ദിരത്തിന് മുന്നിൽ തന്നെ ഇപ്പോൾ ഒരു അനിശ്ചിതകാല രാപ്പകൽ സമരവുമായി എത്തിയിരിക്കുന്നത്. ജിബിൻ JB, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.